വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നിശ്ചയിച്ചതിലും നേരത്തെ കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ജിദ്ദയിലെ ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഉദായുടെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗദി അറേബ്യയുടെ വാണിജ്യ നഗരം എന്നറിയപ്പെടുന്ന ജിദ്ദയിൽ 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. 1982 ഏപ്രിൽ 21 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സൗദി സന്ദർശിക്കുന്നത്. അതിനുശേഷം സൗദിയുടെ കവാടം, മക്കയുടെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന ജിദ്ദയിൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പ്രാധാന്യമുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മൂന്നാമത് സൗദി സന്ദർശനത്തിന്. 2016 2019 സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നരേന്ദ്രമോദി എത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് ഇത്തവണ എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനം സൗദി വ്യോമാതിർത്തി പിന്നിട്ടപ്പോൾ അകമ്പടിയായി സൗദി പോർവിമാനങ്ങൾ അണിനിരുന്നത് അത്യപൂർവവും സുന്ദരവുമായ കാഴ്ചയായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ മിനിറ്റുകൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. എന്റെ ലൈഫില് നീണ്ട 40 വർഷത്തിന്റെ അടുത്ത പ്രവാസ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രൈം മിനിസ്റ്റർ ജിദ്ദ വിസിറ്റ് ചെയ്യുന്നത് കാണുന്നത്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി 82 വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഇതൊരു നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരടങ്ങുന്ന 11-അംഗ ഉന്നതതല സംഘമാണ് പ്രധാനമന്ത്രിയെ അനുഗമിച്ചത്. ജിദ്ദയിലെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രവാസി സമൂഹത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അതിഥികൾ സ്വീകരിച്ചു. സൗദി ഗായകൻ ഹാഷിം അബ്ബാസ് ഹിന്ദി ദേശഭക്തി ഗാനവുമായി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. വ്യവസായ പ്രമുഖരായ MA യൂസഫ് അലി, അലീഷ മൂപ്പൻ, VP മുഹമ്മദ് അലി, ഡോക്ടർ ജംഷീദ്, റഹീം പട്ടർകടവൻ തുടങ്ങി സൗദിയിലെയും മറ്റ് GCC രാജ്യങ്ങളിലെയും നിരവധി വ്യവസായ പ്രമുഖരും പ്രധാനമന്ത്രിയുമായി സംവദിച്ചു. പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ഡയസ്പൊറ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ ബിസിനസ് ഡെലിഗേറ്റ്സ് ആയിട്ട് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. സൗദി അറേബ്യയില് 27 ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു വിസിറ്റ് അവരെ വളരെ അധികമായിട്ട് ബെനിഫിഷ്യല് ഇൻസമോദി അതിവേ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ സൗദി അറേബ്യന്റെ ബൈലാറ്ററൽ എക്കണോമിക് റിലേഷൻഷിപ്സ് വളരെ അധികമായിട്ട് ഇപ്പോൾ സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. ഏപ്രിൽ 22 സൗദിയിൽ വന്ന ദിവസം തന്നെ പ്രധാനമന്ത്രിയെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് ഊഷ്മളമായി വരവേറ്റു. കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് മോദിയെ ആലിംഗനം ചെയ്താണ് കിരീടാവകാശി അൽ സലാമ കൊട്ടാരത്തിലേക്ക് ആനയിച്ചത്. ജിദ്ദയിലെ അൽ സലാമ കൊട്ടാരത്തിൽ നടന്ന ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ 2ാമത്തെ യോഗത്തിൽ ഇരുവരും സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കിരീടാവകാശി അതിശക്തമായി അപലപിക്കുകയും നിരപരാധികളുടെ ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഭീകരവാദത്തെ ശക്തമായി നേരിടാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന സൗഹൃദ ബന്ധത്തിന് പുതിയൊരു ചരിത്രം രചിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ ജിദ്ദ സന്ദർശനം പൂർത്തിയായത്. നിരവധി രംഗങ്ങളിൽ ഉഭയകക്ഷി ധാരണ പ്രകാരം സാങ്കേതികവും സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ പരസ്പരം ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുകയും ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന അവസാന യോഗത്തിന് ശേഷം കൗൺസിലിന്റെ പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെട്ടതിലും വിവിധ മന്ത്രാലയങ്ങൾക്കിടയിലെ ഉന്നതതല സന്ദർശനങ്ങൾ വർദ്ധിച്ചതിലും പരസ്പര വിശ്വാസവും ധാരണയും വളർന്നതിലും നേതാക്കൾ സന്തോഷം പ്രകടിപ്പിച്ചു. ഊർജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്തു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്കും ക്ഷേമത്തിനും കിരീടാവകാശിയോട് മോദി നന്ദി പറഞ്ഞു. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് സൗദി സർക്കാർ നൽകിയ പിന്തുണയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഹൈലെവൽ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച ചർച്ചകളിലെ പുരോഗതിയും വിലയിരുത്തി. ഊർജം, പെട്രോ കെമിക്കൽസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഫിൻടെക്,
ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, മാനുഫാക്ചറിംഗ്, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കാനുള്ള സൗദി അറേബ്യയുടെ താൽപര്യം കിരീടാവകാശി പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൗദി സന്ദർശിച്ചു. നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. ഈ കരാറുകൾ കൊണ്ട് സിഗ്നിഫിക്കന്റ് ബെനിഫിറ്റ്സ് ആണ് ഇന്ത്യ സൗദി ബൈലാറ്ററൽ ട്രേഡിന് ഉണ്ടാകാൻ പോകുന്നത്. അതില് ലാസ്റ്റ് ഇയർ 2023-2024 ബൈലാറ്ററൽ ട്രേഡിൽ ഏകദേശം $43 ബില്യൺ ആണ് ട്രേഡ് നടന്നിട്ടുള്ളത്. അത് അടുത്ത 3 to 4 years കൊണ്ട് ഏകദേശം $100 ബില്യൺ വരെ പോകാനാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 ഓയിൽ റിഫൈനറികൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറും നികുതി വിഷയങ്ങളിൽ നേടിയ പുരോഗതിയും പ്രത്യേകം വിലയിരുത്തി. സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പേയ്മെന്റ് ഗേറ്റ്വേകൾ ബന്ധിപ്പിക്കുന്നതിനും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിനുള്ള ഗേറ്റ്വേ തുറക്കാനും ധാരണയായി. ബഹിരാകാശം, ആരോഗ്യം, കായികം, തപാൽ സഹകരണം എന്നീ മേഖലകളിൽ 4 ഉഭയകക്ഷി കരാറുകളും ഒപ്പുവെച്ചു. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ 3ാമത്തെ യോഗത്തിനായി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചതിന് ശേഷമാണ് പെഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് 2 ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാത്രി തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. മോദിയുടെ സന്ദർശനം സൗദിയിലുള്ള പ്രവാസികൾക്ക് ആവേശം നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ നിക്ഷേപകർക്ക്. ഈ ഒരു വിസിറ്റിൽ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ കൂടെ കൂടിക്കാഴ്ചയുണ്ടായി. അതിൽ നിരവധി MOUs സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെൽത്ത് കെയറിലായതുകൊണ്ടും ഞാൻ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ കീഴിൽ സൗദി ഇൻഡോ ഹെൽത്ത് കെയർ ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ടും ഞാൻ ഇതിൽ ജോബ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ വർഷം 15,040 കോടി റിയാലിൽ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ധനം, രാസവളങ്ങൾ, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ എന്നിവ സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. വാഹനങ്ങൾ, ധാന്യങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യ ഇറക്കുമതി ചെയ്യുന്നു. സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപ പ്രവാഹം 2023 460% വർദ്ധിച്ച് 210 കോടി റിയാലിലെത്തി. ഒരു വർഷത്തിൽ സൗദിയിലെത്തുന്ന ഏറ്റവും ഉയർന്ന ഇന്ത്യൻ നിക്ഷേപമാണിതെന്ന് സൗദി നിക്ഷേപ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിലെ ആകെ ഇന്ത്യൻ നിക്ഷേപം 1030 കോടി റിയാലായി. ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, വ്യാപാര യുദ്ധങ്ങൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അവരുടെ ബന്ധങ്ങളെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ നൂറ്റാണ്ടുകളായുള്ള ഈ ബന്ധത്തെ ഊഷ്മളമാക്കാൻ ഉതകുന്ന ഇനീഷ്യേറ്റീവുകളാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടുത്തുനിന്നും സൗദി ഗവൺമെന്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ലോകത്തിന് മൊത്തമേ മാതൃകയാകുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു സന്ദർശനം കൊണ്ട് ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇതുമൂലം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തിരിച്ചും ഇന്ത്യക്കും തന്നെ ഇന്ത്യയിൽ ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റുകൾ സൗദി അറേബ്യയിലേക്ക് വരാനും ഇത് ഉതകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും പ്രാദേശിക സ്ഥിരത, ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച എന്നിവയിൽ ഇരു രാജ്യങ്ങളും പങ്കുവെക്കുന്ന താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കി പുതിയ കരാറുകൾ സാധ്യമാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. സെലിബ്രേറ്റിംഗ് 40 years of trust and legacy. സോന ഗോൾഡൻ ഡയമണ്ട്സ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ.